നമസ്കാരം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് ഇന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടനവധി ആകർഷകമായ പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട് എന്ന് മാത്രമല്ല, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. രാജ്യമെമ്പാടും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ഇന്നിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തി വരികയാണ്. ബഡ്ജറ്റിന് അനുകൂലമായും പ്രതികൂലമായും ധാരാളം വാദമുഖങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ്. ഈ സാഹചര്യത്തിൽ ബഡ്ജറ്റ്, അതായത് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് എത്ര നീക്കിവച്ചു എന്നുള്ളത് എല്ലാവരും പരിശോധിക്കുന്ന കാര്യമാണ്. അതായത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് റെക്കോർഡ് അലോക്കേഷനാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് നൽകിയിരിക്കുന്നത്. ഇത്തവണത്തെ പ്രതിരോധ ബഡ്ജറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ബഡ്ജറ്റാണ്. അതുകൊണ്ട് എത്ര രൂപ ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു എന്ന് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാനും ചൈനയും എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കണക്കാണ്. അതായത് 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ 7.8 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ മേഖലയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത്. ഇത് സർവകാല റെക്കോർഡാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ നീക്കിവെച്ചത് 6.81 ലക്ഷം കോടി രൂപയാണ്. 15% വർധനവാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ വരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കണക്ക്, അതായത് 7.8 ലക്ഷം കോടി രൂപ എന്നത് ഇന്ത്യയുടെ മൊത്തം ബഡ്ജറ്റിൻ്റെ 14.68% എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന 7.8 ലക്ഷം കോടി രൂപയിൽ 22%, അതായത് 2.19 ലക്ഷം കോടി രൂപയും ക്യാപെക്സ് ആണ്, അതായത് മൂലധന ചെലവുകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രതിരോധ മേഖലയിൽ മൂലധന ചെലവ് വർദ്ധിച്ചിരിക്കുന്നു. അത് 21.84% മൂലധന ചെലവ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് ആയുധങ്ങൾ വാങ്ങുക, അതോടൊപ്പം തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, സൈന്യത്തെ സുസജ്ജമാക്കി നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണവും അതുപോലെ സ്വദേശീവൽക്കരണവും വ്യാപിപ്പിക്കാനായി ഇന്ത്യ വൻ മുതൽ മുടക്ക് നടത്താൻ പോകുന്നു എന്നാണ് ഈ ബഡ്ജറ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു വലിയ വാങ്ങൽ കരാർ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 100-ലധികം റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നു. മാത്രമല്ല, തേജസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങളുടെ വ്യാപനമുണ്ട്. അധിക നിർമ്മാണം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അന്തർവാഹിനികൾ വാങ്ങാനുള്ള പദ്ധതിയുണ്ട്, ഡ്രോണുകൾ വാങ്ങാനുള്ള പദ്ധതിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ ഡ്രോണുകൾ എത്രമാത്രം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടതാണ്. കൂടുതൽ ഡ്രോണുകൾ വാങ്ങുക, സബ്മറൈനുകൾ വാങ്ങുക, വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുക, കൂടുതൽ റാഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുക, മിസൈലുകൾ വാങ്ങുക, മറ്റ് യുദ്ധ സാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, അത് നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രതിരോധ മേഖല വരും വർഷങ്ങളിൽ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് റെക്കോർഡ് നീക്കിയിരിപ്പ് തുകയായ 7.8 ലക്ഷം കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. അതായത് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സൈന്യത്തിൻ്റെ ആയുധവൽക്കരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി നിരവധി ലക്ഷം കോടി രൂപയാണ് ഇതിനോടകം തന്നെ ചെലവഴിച്ചിട്ടുള്ളത്. 2014 ഇന്ത്യൻ സൈന്യമല്ല ഇന്നത്തെ ഇന്ത്യൻ സൈന്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ ബഡ്ജറ്റ്, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് 2014 അവതരിപ്പിക്കുമ്പോൾ പ്രതിരോധ മേഖലയ്ക്ക് നീക്കിവെച്ചത് 2.29 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഇപ്പോഴിതാ അതാണ് ആ 2.29 ലക്ഷം കോടി രൂപ. അന്ന് തന്നെയും കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനവ് വരുത്തിക്കൊണ്ടാണ് ഈ തുക പ്രഖ്യാപിച്ചത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് മുമ്പ്, അതായത് UPA കാലഘട്ടത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ചത് വളരെ കുറഞ്ഞ തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ നിന്നാണ് ഇപ്പോൾ 7.8 ലക്ഷം കോടി രൂപയിലേക്ക് ഈ ബഡ്ജറ്റ് അലോക്കേഷൻ എത്തിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൻ്റെ
അടപ്പിളക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ്റെ ഉള്ളു കത്തിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ്റെ പ്രതിരോധ ബഡ്ജറ്റ് വെറും 2.55 ലക്ഷം പാകിസ്ഥാനി രൂപ മാത്രമാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി, അതോടൊപ്പം തന്നെ വടക്കൻ അതിർത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യ വലിയ സുരക്ഷാ ഭീഷണികളെ നേരിടുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനുമാണ് പ്രധാനമായും ഇന്ത്യക്ക് നേരെ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്ന രാജ്യങ്ങൾ. പാകിസ്ഥാൻ്റെ പ്രതിരോധ ബഡ്ജറ്റ് ഇന്ത്യയേക്കാൾ വളരെയേറെ കുറവാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാജ്യമാണ്. ചൈനയുടെ പ്രതിരോധ ബഡ്ജറ്റ് ഇന്ത്യയേക്കാൾ വലിയ തുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ ഇരട്ടിയിലധികമുണ്ട്. അതായത് 22 ലക്ഷം കോടി രൂപയാണ്. ഏതാണ്ട് 24,900 കോടി $ആണ് ചൈനയുടെ പ്രതിരോധ ബഡ്ജറ്റ്. അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏതാണ്ട് 22 ലക്ഷം കോടി രൂപയോളം വരും. അത്രമാത്രമാണ് ചൈനയുടെ പ്രതിരോധ ബഡ്ജറ്റ്. പക്ഷേ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് സർവ്വകാല റെക്കോർഡാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക സൃഷ്ടിക്കുന്ന ബഡ്ജറ്റ് കണക്കുകളുമാണത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.